ഏപ്രിൽ 1 ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം. ഏപ്രിൽ 14 ഇസ്രായേലിലേക്ക് കടന്ന ഇറാന്റെ തിരിച്ചടി. എല്ലാം അവിടെ തീർന്നുവെന്നാണ് കരുതിയത്, പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല. ഇന്നിതാ ഇറാന്റെ തന്ത്രപ്രധാന മേഖലയായ ഇഫ്സാൻ നഗരത്തിലേക്ക് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം. അതെ, പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്കോ? ഇപ്പോൾ വീണിട്ടുള്ള ഈ ഒരു കനൽത്തരി കത്തിക്കയറി വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ആകെയുള്ള ഭീതി. ഇപ്പോൾ ഇസ്രയേലിനെയും ഇറാനെയും സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കര അതിർത്തി ഇല്ല എന്നുള്ളതാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഇറാഖ്, സിറിയ, ലബനൻ, ജോർദാൻ എന്നിങ്ങനെ 4 രാജ്യങ്ങളുണ്ട്. ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഈ 4 രാജ്യങ്ങളെയും ഒപ്പം തന്നെ സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ മറ്റ് അറബ് രാജ്യങ്ങളെയും കൂടി അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇറാനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് സിറിയ, ലബനൻ എന്നീ രാജ്യങ്ങൾ കൈക്കൊള്ളുന്നത്. ഇറാഖുമായിട്ടും ഇറാൻ ഒരു നല്ല ബന്ധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ നിലയിൽ ഒരു കര ആക്രമണത്തിന് ഇറാൻ്റെ ഒരു സാധ്യത അത്ര വിദൂരമല്ല. അവർക്ക് അതിനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പറയുകയും ചെയ്യാം അമൽ. അവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനം സൗദിയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ, അതായത് പശ്ചിമേഷ്യ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റൊരു കാര്യം കൂടി കണക്കാക്കേണ്ടതുണ്ട്. ഈ ഗൾഫ് രാഷ്ട്രങ്ങളും ഒക്കെയായി ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അത് ഇതിനോടകം UAEയുമായും ബഹ്റൈനുമായും കരാർ ഒപ്പിടുകയും ചെയ്തു. സൗദിയുടെയും ഒരു ഘട്ടത്തിലെ നിലപാട് ഇസ്രായേലിനെ അങ്ങനെ പിണക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് അതിനൊക്കെ വിഘാതം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്രായേലിൻ്റെ പലസ്തീൻ അധിനിവേശമാണ്. പ്രത്യേകിച്ച് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ള ആ ഒരു തിരിച്ചടി, ആ ഒരു സാഹചര്യം എന്നുള്ളത് ഒരു ഇസ്രായേൽ വിരുദ്ധ ചേരിയിലേക്ക് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും നിൽക്കേണ്ടി വന്നു എന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റായി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണം ഒരു പോയിൻ്റാണ്. മറ്റൊന്ന്, പലസ്തീനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അധിനിവേശമാണ് എന്ന് ഈ രാജ്യങ്ങളെല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിന് ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കണം എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇറാൻ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടത്തിയാലും ഈ രാജ്യങ്ങൾക്ക് അതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കാനേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇറാൻ്റെ ഒരു നയതന്ത്ര വിജയമാണെന്ന് കൂടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു വശത്ത് ഇസ്രായേൽ എന്നുള്ള ഒരു ജൂതരാഷ്ട്രം, മറുവശത്ത് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തേക്ക് ഇറാൻ വരാൻ ആഗ്രഹിച്ചിരുന്നു. അതിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ അവരുടെ ഈ നീക്കങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒക്ടോബർ 7 നടന്ന ഹമാസിൻ്റെ ആക്രമണം, അതിൽ ഒരുപക്ഷെ ഇറാൻ്റെ ഒരു വലിയ സഹായമുണ്ട് എന്ന് തന്നെ കരുതേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി ഈ അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഒരു പോംവഴിയേ ഉള്ളൂ. ഒന്നുകിൽ നിഷ്പക്ഷരായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഈ ഇറാൻ ചേരിക്കൊപ്പം അല്ലെങ്കിൽ ഇറാനിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഈ അറബ് ചേരികളുടെ ഒരു നായകസ്ഥാനത്തേക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ ഇറാൻ വരുന്നുണ്ട്. ഇവിടെ അമൽ, എനിക്ക് തോന്നുന്നത് ഇസ്രായേലിന് മുന്നിലുള്ള ഒരു പ്രതിസന്ധി എന്നുള്ളത് ഇറാനെ അങ്ങോട്ടേക്ക് നേരിട്ട് ചെന്ന് ആക്രമിക്കുക എന്നുള്ളത് നിലവിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ചെറിയ ആക്രമണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വലിയ യുദ്ധത്തിന് കോപ്പുകൂട്ടുമ്പോൾ സ്വാഭാവികമായും അവിടെ വലിയ പ്രതിസന്ധിയുണ്ട്. അവിടെ അമേരിക്കയുടെ പിന്തുണ അത്യാവശ്യവുമാണ്. പക്ഷേ അമേരിക്ക അവിടെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, കുവൈത്ത്, ഖത്തർ മുതലായ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇറാനെതിരെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങളുടെ പിന്തുണ കൂടി ഇസ്രായേലിന് അമേരിക്കയ്ക്ക് തേടേണ്ടി വരും. അത് എത്രമാത്രം എളുപ്പമായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം അമേരിക്ക ഈ ഘട്ടത്തിലെടുത്ത നിലപാട് കൂടി വളരെ ശ്രദ്ധേയമാണ്. യുദ്ധത്തിൽ നിന്ന് പരമാവധി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനാണ് അമേരിക്ക ആദ്യം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ഇറാനുമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്കാണ് ഇസ്രായേൽ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി മാറുവാൻ തങ്ങൾ തയ്യാറല്ല. അതായത് ഉപരോധങ്ങളിലൂടെ ഇറാനെ പരമാവധി നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ള അതിനപ്പുറത്തേക്ക് ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അമേരിക്ക മുന്നിലില്ല. അമേരിക്ക അതിന് തയ്യാറുമല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ സൂചിപ്പിച്ച കുവൈറ്റിലും ഖത്തറിലുമുള്ള ഈ സൈനിക താവളങ്ങൾ അമേരിക്കയുടേത്, ആ സൈനിക താവളങ്ങളിൽ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് ഈ കുവൈറ്റിൻ്റെയും ഖത്തറിൻ്റെയും ഭരണാധികാരികൾ തന്നെ ഇപ്പോൾ പറയുന്ന ഒരു സാഹചര്യം കൂടി
നിലവിലുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ ആ നിലപാടിനെ നമ്മൾ ആ രീതിയിൽ കാണുമ്പോൾ അമൽ, മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, പുതിയൊരു ലോക ചേരി തന്നെ ഈ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രൂപപ്പെട്ടു വരികയാണ് എന്നുള്ളതാണ്. ഈ ലോകരാഷ്ട്രീയത്തിൽ വളരെ നിർണായകവുമാണത്. നേരത്തെ തന്നെ ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് ചേരികൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു വശത്ത് റഷ്യയും ചൈനയും, ഇപ്പോൾ അവർക്കൊപ്പം ഇറാൻ കൂടി ചേരുകയാണ്. മറുവശത്ത് നോക്കൂ, അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളും അവർക്കൊപ്പം ഇസ്രയേലും. അപ്പോൾ നിലവിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ ചേരിതിരിവ് നന്നായി പ്രകടമാകുന്നുണ്ട്. ഇനിയിപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടായാൽ കുറേ കൂടി കരുത്തോടുകൂടി ഈ രണ്ട് ചേരികൾ മുഖാമുഖം നിൽക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കൂടി ഇവരിൽ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു നിലപാട് സ്വാഭാവികമായും സ്വീകരിക്കേണ്ടി വരും. ഈ ചേരിയിൽ ആർക്കൊപ്പം നിൽക്കണം? ഈ രണ്ട് ചേരികളും നമുക്ക് എടുത്തു നോക്കിയാൽ ശക്തരിൽ ശക്തർ തന്നെയാണ്, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തന്നെയാണ് നേതൃസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ഈ ചേരികൾ എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നിലപാടെടുക്കുന്നത്? അവർ പരസ്പരം ഏറ്റുമുട്ടും. അങ്ങനെയാണെങ്കിലാണ് അതൊരു ലോകമഹായുദ്ധത്തിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുക. ഒരു വലിയ യുദ്ധമുണ്ടാവും. ഒരുപക്ഷെ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു കാര്യം കൂടി എടുത്താൽ, പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും. കാരണം നമ്മൾ വളരെയധികം കാര്യങ്ങൾക്ക് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ, അവിടുത്തെ സമ്പദ്ഘടനയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ എണ്ണയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്ന എണ്ണയുടെ 80% ഈ മേഖലയിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ എണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയരുമെന്നുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഈ മേഖലയിൽ അറബ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒന്ന് എണ്ണ, രണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് വരുന്ന വരുമാനം, ഈ നിലയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ മുന്നോട്ട് പോക്കിനെയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുവാൻ അല്ലെങ്കിൽ പിറകോട്ടടിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി ഇത്തരമൊരു യുദ്ധമുണ്ടായാൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു ഘടകമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതെ, എന്തായാലും ഇന്ത്യക്ക് ഈ രണ്ട് രാജ്യങ്ങളെയും പിണക്കാൻ കഴിയില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടും തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധമുണ്ട്. അതിലിപ്പോൾ ഇസ്രയേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് പാർട്ട്ണറാണ് ഇസ്രയേൽ. ആയുധ കരാറൊക്കെ ഇസ്രയേലുമായി ഉണ്ടാക്കുകയും നല്ല ബന്ധം, മറ്റൊരു ഭരണാധികാരികളും ഉണ്ടാക്കാത്ത അത്രയും നല്ല ബന്ധം ഇസ്രയേലുമായി, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടം ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി തന്നെ നെതന്യാഹുവിനെ ഓ മൈ ഫ്രണ്ട് നെതന്യാഹു എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഇനിയിപ്പോൾ ഇറാൻ്റെ കാര്യം എടുത്താലോ, ഇറാൻ്റെ ചരിത്രാതീത കാലം മുതൽ തന്നെ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണ്. ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും റഷ്യയുമായും ഇറാനുമായും വ്യാപാര ബന്ധം തുടർന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ ശക്തമായ നിലപാടെടുക്കുക കൂടി ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവിടെ കൃത്യമാണ് ഈ ഇറാനുമായിട്ടായാലും ഇസ്രയേലുമായിട്ടായാലും ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. മറ്റൊന്ന്, ആ ചേരിയിലുള്ള റഷ്യയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്, പക്ഷേ ചൈനയുമായി അത്ര രസത്തിലുമല്ല. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൽ വരുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു ഇടകലർന്ന ബന്ധം, ചില ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്, ചില ആളുകളുമായിട്ട് അത്ര രസത്തിലുമല്ല. അപ്പോൾ ആ ഒരു ഇടകലർന്ന ബന്ധം തന്നെയാണ് ഇന്ത്യക്ക് ഇവിടെ ഉള്ളത്. ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷേ ഈ യുദ്ധം അത് പറഞ്ഞ് പരിഹരിക്കാൻ, ഇടനിലക്കാരനായി പരിഹരിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ ഇന്ത്യ എത്തുകയും അത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെടുനായകത്വം വഹിക്കുന്ന രീതിയിലേക്ക് വരെ ഇന്ത്യക്ക് എത്താനുള്ള സാഹചര്യം എന്തായാലും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു മധ്യസ്ഥതയ്ക്കുള്ള സാധ്യത ഉണ്ടായാൽ ഇന്ത്യ അത് പരമാവധി ഉപയോഗിക്കുക തന്നെ ചെയ്യണം. കാരണം ഇതിലൊരു വലിയ പ്രശ്നം നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം, റഷ്യയും യുക്രൈനും തമ്മിലുള്ളൊരു യുദ്ധം. ആ യുദ്ധം വലിയ രീതിയിൽ ലോകത്തിൻ്റെ സമ്പദ്ഘടനയും അതിൻ്റെ മുന്നോട്ട് പോക്കിനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ അതിർത്തികളിൽ നിന്നൊക്കെ വളരെ അകലെയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിൻ്റെ കെടുതികൾ മറ്റ് രാജ്യങ്ങൾ അനുഭവിക്കുന്നത് പോലെ അത്ര തീവ്രമായി നമ്മൾ അനുഭവിക്കുന്നില്ല. പക്ഷേ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുണ്ടായാൽ അതല്ല സ്ഥിതി. നമ്മൾ നേരിട്ട് ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. മുന്നേ നമ്മൾ സൂചിപ്പിച്ച ഇന്ധന വിലവർധനവും ഒപ്പം തന്നെ അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമടക്കം വലിയ പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ അത്തരമൊരു യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യയുടെ കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകാനുള്ള ഒരു സാധ്യതയും കൂടി നമുക്ക് ഇതിൽ കാണേണ്ടത്. അതെ, അങ്ങനെ എന്തായാലും ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് പോകാതിരിക്കട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അകലെയല്ല, അടുത്താണ് ഈ ഭീഷണി ഉള്ളത് എന്ന് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ICL Finco, the intelligent choice.